ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തന്നെയാണ് ജനവിധി തേടുന്നത്. രണ്ടാം തവണയും പാർട്ടി വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. പാർട്ടി ഇവിടെ ഏറ്റവും വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അത് പാർട്ടിയുടെ എന്താണോ പാർട്ടി ഉദ്ദേശിച്ചത് ആ വിജയം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഇനിയുള്ള ദിവസങ്ങളിൽ അർപ്പിതമായിരിക്കുന്നത്. തീർച്ചയായിട്ടും പാലക്കാട് ലോക്സഭാ മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചോളം വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പാർട്ടി നിരന്തരമായിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പാലക്കാട് നടത്തി വരുന്നുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മോദി സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്ന അനുകൂലമായിട്ടുള്ള പ്രതികരണം വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്നുണ്ട്. ഈ 2014 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ കഴിഞ്ഞ തവണ അങ്ങ് മത്സരിക്കുമ്പോൾ പാലക്കാട് നേടാൻ സാധിച്ചിരുന്നു. ഇത്തവണയും വലിയ രീതിയിലൊരു വോട്ട് വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും 2019 നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഒന്നുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നുള്ള ഒരു ചർച്ച അന്ന് വ്യാപകമായിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സിന് അന്ന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിരുന്നു. ഇന്ന് ആ ഘടകമില്ല. കോൺഗ്രസ് ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ 7 വർഷക്കാലത്തെ ദുർഭരണം അതിൽ മടുത്തിരിക്കുന്ന ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുമാണ്. ഇപ്പോൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കൃഷ്ണകുമാർ ജയൻ മത്സരിച്ചിരുന്ന മലമ്പുഴ മണ്ഡലത്തിൽ അവിടെയെല്ലാം 2ാം സ്ഥാനത്തേക്ക് കോൺഗ്രസിനെ ഉൾപ്പെടെ പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചിരുന്നു. ഇത് ഈ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തവണ വലിയ രീതിയിലൊരു വോട്ട് വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 2 പാലക്കാടും മലമ്പുഴ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനം വന്നു. ഷൊർണൂരും ഒറ്റപ്പാലത്തും കോങ്ങാടുമെല്ലാം വലിയ അളവിലുള്ള വോട്ട് സമാഹരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ 5 നിയോജക മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ താഴെത്തട്ടിൽ ചെയ്തു കഴിഞ്ഞു. മണ്ണാർക്കാടും പട്ടാമ്പി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഇത്തവണ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. കഴിഞ്ഞ തവണത്തേയും ഇരട്ടി വോട്ട് ആ നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയും. മത്സരം നിലവിലെ സിറ്റിംഗ് എം.പിയോടും അതുപോലെ തന്നെ LDF-ലാണെങ്കിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തോടൊക്കെയാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ V.S. അച്യുതാനന്ദനോടാണ് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. അന്ന് V.S.നെ പോലെയുള്ള ഒരു അതികായനോട് ഏറ്റുമുട്ടിയ എനിക്ക് അതിൽ പരം വലിയൊരു രാഷ്ട്രീയ നേതാവ്, അത്രയും ജനകീയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് ഏറ്റുമുട്ടിയ എനിക്ക് ഇതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല. V.K. ശ്രീകണ്ഠൻ പറഞ്ഞത് പാലക്കാട് ആര് തന്നെ ബി.ജെ.പിയിൽ വന്നാലും മത്സരം LDF-ഉമായാണ് എന്നാണ്. വലിയ രീതിയിൽ ബി.ജെ.പിക്ക് വോട്ട് നേടാൻ കഴിയില്ല എന്നാണ്. V.K. ശ്രീകണ്ഠൻ്റെ അമിത ആത്മവിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ബി.ജെ.പി കഴിഞ്ഞ തവണ 1,36,000 വലിയ വർധനവ് 2,18,000 എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ 1-1 2 1-1 11 വിശ്വസിക്കുന്ന ആളാണ്. 2,600 വോട്ട് മാത്രമുള്ള മലമ്പുഴയിൽ ഞങ്ങൾക്ക് 50,000 വോട്ട് എത്താൻ കഴിഞ്ഞെങ്കിൽ 2 തെരഞ്ഞെടുപ്പ് കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതം ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഞങ്ങളെ സംബന്ധിച്ചോളം മോദിയെ അനുകൂലിക്കുന്നവരും മോദിയെ എതിർക്കുന്നവരും തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ ശ്രീകണ്ഠനും വിജയരാഘവനും ഒരു ഭാഗത്തും ഞങ്ങൾ മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളും ഞങ്ങളും ഒരു ഭാഗത്താണ്. ജനം അത് വിലയിരുത്തിക്കൊണ്ട് തന്നെ വോട്ട് ചെയ്യുന്ന പ്രതീക്ഷയായിട്ടും ഇന്നലെ പാലക്കാട് നഗരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ 2ാമത്തെ പൊതുനിരത്തിലുള്ള എസ്കലേറ്റർ, കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും ക്യാമറ നിരീക്ഷണത്തിലുള്ള നഗരം, 9 വെൽനസ് സെൻ്ററുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇതെല്ലാം മോദി സർക്കാർ ഒരു MP പോലും ഇല്ലാതെ പാലക്കാടിനായിട്ട് നൽകിയതാണ്. അതെല്ലാം ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഒരു MP ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ രൂപം മാത്രമാണ് അതെല്ലാം. ഏതായാലും വലിയ ഒരു പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ. അല്പസമയം മുമ്പാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. പക്ഷേ ഇതിന് മുമ്പ് തന്നെ വർഷങ്ങളായി പാലക്കാട്ടുകാർക്ക് സുപരിചിതനാണ് കൃഷ്ണകുമാർ. അതെല്ലാം തനിക്ക് ഇത്തവണ നേട്ടമാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.